ഒറ്റ രാത്രി കൊണ്ട് ഒരു നാഗരികതയാകെ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം ചുട്ടരിക്കും. അവർ ശിലായുഗത്തിലേക്ക് ചെന്ന് പതിക്കും. ഇറാന് നേരെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൊടുത്ത അന്ത്യശാസനമായിരുന്നത്. ഓന്ത് നിറം മാറുന്നതിനേക്കാൾ വേഗത്തിൽ നിലപാടുകൾ മാറ്റുന്ന ട്രംപിന്റെ പക്ഷേ ഈ പ്രസ്താവനയെ ഏറെ ആശങ്കയോടെയാണ് ലോകം കണ്ടത്. പക്ഷേ ഇറാൻ ജനത തെല്ലും ഭയന്നില്ലെന്നതാണ് സത്യം. ഇറാനിലെ പാലങ്ങൾക്കും റെയിൽവേകൾക്കും പവർ പ്ലാന്റുകൾക്കും നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ആ മേഖലയിലുള്ളവർ നിഷ്കരുണം കൊല്ലപ്പെടുമെന്നും ഉറപ്പായിരുന്നിട്ടും ഇറാൻ ജനത മരണഭയം പോലുമില്ലാതെ തങ്ങൾ കെട്ടിപ്പടുത്ത രാജ്യത്തിന്റെ സമ്പാദ്യങ്ങൾക്ക് ചുറ്റും മനുഷ്യ ചെങ്ങല തീർത്തു. മംഗോളിയന്മാരും അലക്സാണ്ടറും വരെ വന്നുപോയി, പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഇറാൻ ട്രംപിന് മറുപടി നൽകി. മണിക്കൂറുകൾക്ക് ശേഷം ഇറാനെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ട്രംപ് 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പിൻവാങ്ങി. ഇറാൻ ജനത നൃത്തം വെച്ച് തങ്ങൾ വിജയിച്ചതായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ട്രംപ് ചുട്ടരിക്കും എന്ന് വീമ്പ് പറഞ്ഞത് 7000 വർഷത്തെ പാരമ്പര്യമുള്ള ആയിരക്കണക്കിന് യുദ്ധങ്ങളെയും അധിനിവേശങ്ങളെയും ആക്രമണങ്ങളെയും നേരിട്ട ഒരു നാഗരികതയാണ്. ഇറാനെ കുറിച്ച് അധികം ആരും പറയാത്ത ചില സത്യങ്ങളുണ്ട്. പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്നത്തെ ഇറാൻ വരെ ഇത് വെറുമൊരു രാജ്യത്തിന്റെ കഥയല്ല, അനന്തമായ അറിവിന്റെ മഹത്തായ ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയാണ്. 1979 വിപ്ലവത്തിനു ശേഷം ഇറാൻ ഒരു വലിയ ലക്ഷ്യം മുന്നോട്ട് വെച്ചു. രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി മനുഷ്യരുടെ അറിവിലാണ്. ഇന്ന് ഇറാനിൽ സ്ത്രീകളുടെ സാക്ഷരത ഏകദേശം 85% വരെ ഉയർന്നിട്ടുണ്ട്. യുവതികളിൽ ഇത് 99%. ഇറാനിലെ സർവകലാശാല വിദ്യാർത്ഥികളിൽ 60% വരെ സ്ത്രീകളാണ്. ഇറാനിൽ ഒരു കാലത്ത് ഗ്രാമങ്ങളിൽ സ്ത്രീകളുടെ സാക്ഷരത 17% മാത്രമായിരുന്നു. എന്നാൽ ഇന്നത് 70%-ലധികമായത് ആ രാജ്യം വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്ന വലിയ വിപ്ലവമാണ്. ഇറാൻ സ്ത്രീകൾ അടിമകളാണെന്നും വീടുകളിൽ തളയ്ക്കപ്പെട്ടവരാണെന്നും കരുതുന്ന വലിയൊരു പക്ഷം ആളുകൾ തിരിച്ചറിയണം. ഇറാനിൽ പുരുഷന്മാരെക്കാൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ളത് സ്ത്രീകൾക്കാണ്. അവരുടെ സാക്ഷരതാ നിരക്ക് കുതിക്കുന്നത് മുന്നോട്ടാണ്, പിന്നോട്ടല്ല. ഇന്നത്തെ ഇറാനിൽ വിദ്യാഭ്യാസം ഒരു വ്യക്തിഗത നേട്ടമല്ല, അത് രാഷ്ട്രത്തിന്റെ ദേശീയ തന്ത്രമാണ്. ഇറാൻ ആരോഗ്യരംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരിൽ 60% വരെ സ്ത്രീകളാണ്. ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും വ്യാപിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇറാനിലുണ്ട്. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, അതായത് രോഗം വരാതിരിക്കാൻ ശ്രദ്ധ എന്ന ആശയത്തിനാണ് ഇറാൻ ഊന്നൽ നൽകുന്നത്. യുദ്ധസമയത്ത് പോലും ആ രാജ്യത്തെ പിടിച്ചു നിർത്തിയത് അവരുടെ ആശുപത്രികളും ഡോക്ടർമാരുമാണ്. ഇറാനിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, ഗവേഷണം എല്ലായിടത്തും സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ. ഇറാനിലെ ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്ത്രീകളുടെ ഉയർച്ച മാത്രമാണ്. ഉയർന്ന വിദ്യാഭ്യാസത്തിൽ സ്ത്രീകളുടെ എണ്ണം പല മടങ്ങ് വർദ്ധിക്കുന്നു. ആരോഗ്യവും ശാസ്ത്രവും ഉൾപ്പെടെ പ്രധാന മേഖലകളിലെല്ലാം സ്ത്രീകൾ തന്നെ മുന്നിൽ. ഇറാനിയൻ സിനിമ ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻഡസ്ട്രികളിലൊന്നാണ്. ലളിതമായ കഥ പറച്ചിൽ, ആഴമുള്ള മനുഷ്യബന്ധങ്ങൾ, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ എന്നിവയുടെ സങ്കലനമാണ് അതിൻ്റെ ശക്തി. ചിൽഡ്രൻ ഓഫ് ഹെവൻ, എ സെപ്പറേഷൻ പോലുള്ള സിനിമകൾ ലോകമെമ്പാടും അംഗീകാരം നേടിയിരുന്നു. അതേസമയം അബ്ബാസ് കിറോസ്മി, അസ്കർ ഫർഹാദി പോലെയുള്ള സംവിധായകർ അവരുടെ മിനിമലിസ്റ്റിക് സ്റ്റൈലും തത്വചിന്താപരമായ സമീപനം കൊണ്ട് ഇറാനിയൻ സിനിമയെ ആഗോളതലത്തിൽ പ്രശസ്തമാക്കി. വലിയ ബജറ്റുകളോ സാങ്കേതിക അതിശയങ്ങളോ ഇല്ലാതെ മനുഷ്യവികാരങ്ങളും സാമൂഹ്യ സത്യങ്ങളും മാത്രം ആശ്രയിച്ച് ഹൃദയസ്പർശിയായ കഥകൾ പറയാനുള്ള കഴിവാണ് ഇറാനിയൻ സിനിമയെ ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന സിനിമകളിലൊന്നാക്കി മാറ്റിയത്. ഈ യുദ്ധം അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ചത് തന്നെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മിനാബ് സ്കൂളിൽ മിസൈൽ ആക്രമണം നടത്തിയാണ്. 170-ലധികം കുഞ്ഞുങ്ങളാണ് മിനാബ് സ്കൂൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവരെല്ലാം വെറും 7 മുതൽ 12 വയസ്സിനിടയിൽ പ്രായമുള്ളവരായിരുന്നു. ഇതുവരെ ഇറാനിൽ 700-ലധികം സ്കൂളുകളിലും 30-ലധികം സർവകലാശാലകളിലും 10-ലധികം റിസർച്ച് സെന്ററുകളിലും 30ഓളം ആശുപത്രികളിലുമാണ് US ഇസ്രായേൽ സഖ്യം ആക്രമണം നടത്തിയത്. തകർന്നു വീണ ഓരോ സ്കൂളുകളും സർവകലാശാലകളും ആശുപത്രികളുമെല്ലാം മുൻപുള്ളതിനേക്കാൾ മികവുറ്റ രീതിയിൽ പടുത്തുയർത്തുമെന്നാണ് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. കുഞ്ഞുങ്ങളെ കൂട്ടക്കുരുതി ചെയ്യുന്നതും വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ തകർക്കുന്നതും അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ കടുത്ത ലംഘനമാണ്. സമാധാനം ഇപ്പോഴും അകലെയെങ്കിലും വെടിനിർത്തലിലൂടെ അല്പമെങ്കിലും ആശ്വാസം യുദ്ധമുഖത്തുള്ള രാജ്യങ്ങളിലെ സാധാരണ മനുഷ്യർക്ക് ലഭിക്കുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ നാളുകളിൽ നടന്ന യുദ്ധകാല കുറ്റകൃത്യങ്ങൾ കാലത്തിനും ചരിത്രത്തിനും ഒരിക്കലും മായ്ക്കാനാകുന്നതല്ല.